ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുക. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഞാൻ രണ്ട് മീഡിയ എടുക്കുകയാണ്. ആദ്യത്തെ മീഡിയം എന്ന് പറയുന്നത് വാക്വമാണ്. ഇതാണ് മീഡിയം 1. ഇത് വാക്വമാണ്. ഇതാണ് മീഡിയം 2. ഇത് വാട്ടറാണെന്ന് വിചാരിച്ചോ. ഈ രണ്ട് മീഡിയ തമ്മിലുള്ള ഒരു ബൗണ്ടറിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കൊരു ലൈറ്റ് റേ വരയ്ക്കാം. ഈ ലൈറ്റ് റേ വാക്വത്തിൽ നിന്നാണ് വരിക. ഇതാണ് എൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ. ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തെടുത്ത് നമുക്കൊരു നോർമൽ വരയ്ക്കാം. ഇതാണ് നോർമൽ ലൈൻ. നോർമൽ ലൈൻ ഈ സർഫസുമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ലൈറ്റ് റേയുടെ കുറച്ച് പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. റിമൈനിങ് പാർട്ട് ഈ മീഡിയം 2ലേക്ക് പോകും. നമ്മളത് മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മീഡിയം 2ലേക്ക് പോകുന്ന ആ പാർട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഈ ലൈറ്റ് റേൻ്റെ ഡയറക്ഷൻ. ഈ ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് റേ മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലേക്ക് പോകുമ്പോൾ അതിന് ഡയറക്ഷന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ലൈറ്റ് റേൻ്റെ ഡയറക്ഷൻ നോർമലിനോട് കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ റിഫ്രാക്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ബെൻഡിങ് ഓഫ് ലൈറ്റ് when it passes from one medium to another. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. ഇനി എന്തുകൊണ്ടായിരിക്കും ഇതിന് ഡയറക്ഷന് ചേഞ്ച് ഉണ്ടാവുക? ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്കാണ്. വാക്വത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. ഇത് മീഡിയം 1 ആയതുകൊണ്ട് V1 എന്ന് പറയുന്നത് 3 × 10⁸. ഇതാണ് വാക്വത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി. ഇതിനെ നമ്മൾ C എന്നാണ് വിളിക്കുക. ഇനി വാട്ടറിലെ ലൈറ്റിൻ്റെ വെലോസിറ്റി നമുക്ക് V2 എന്ന് എഴുതാം. 2.25 × 10⁸ m/s. ഇത് m/s ആണ്. ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. വാക്വത്തിൽ കൂടെയാണ് ലൈറ്റ് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുക. വാട്ടറിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 3 × 10⁸ m/s എന്നുള്ളത് 2.25 × 10⁸ m/s ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ബെൻഡിങ് സംഭവിക്കുക. ഇനി ഈ മീഡിയത്തിലെ മോളിക്യൂൾസുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ സ്പീഡിന് വ്യത്യാസം വരിക. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ലൈറ്റ് റേൻ്റെ ഡയറക്ഷൻ നോർമലിനോട് കുറച്ചുകൂടി അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ V1ൻ്റെ V2ൻ്റെ റേഷ്യോ ഒന്ന് എടുക്കുകയാണ്. V1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. V2 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഇതിൻ്റെ റേഷ്യോ ഒന്ന് എടുക്കുകയാണ്. V1നെ V2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. വാക്വത്തിലെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. വാട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത് 2.25 × 10⁸ ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 1.33. ഇപ്പോൾ ഈ 1.33 വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഏതൊരു മീഡിയം ആണെങ്കിലും അതിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയുടെ അടിസ്ഥാനത്തിൽ അതിനൊരു സ്പെസിഫിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പം വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.33 ആണ്. നമുക്കിതിൻ്റെ ജനറൽ ഇക്വേഷൻ ഒന്ന് എഴുതാം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം is equal to speed of light in vacuum divided by speed of light in that medium. ചെറുതാക്കി എഴുതുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ n എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. സോ n ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം C ആണ്. സോ C ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം നമുക്ക് V എന്ന് വിളിക്കാം. സോ ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ. n ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ V. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ക്രൗൺ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്രൗൺ ഗ്ലാസ്. ക്രൗൺ ഗ്ലാസ്സിൽ കൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 1.97 × 10⁸ m/s ആണ്. വാട്ടറിനെക്കാട്ടിലും സ്പീഡ് കുറവായിട്ടാണ് ലൈറ്റ് ക്രൗൺ ഗ്ലാസ്സിൽ സഞ്ചരിക്കുക. 1.97 × 10⁸ m/s. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രൗൺ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. n ഈസ് ഈക്വൽ ടു
C over V. So n is equal to C എന്ന് പറയുന്നത് 3 times 10 to the power of 8. വെലോസിറ്റി എന്ന് പറയുന്നത് 1.97 times 10 to the power of 8 meter per second. ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.52 എന്ന് കിട്ടും. 1.52 ആണ് ക്രൗൺ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇങ്ങനെ n equals C by V വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഈ രണ്ട് മീഡിയയിൽ ഒരു മീഡിയം എന്ന് പറയുന്നത് വാക്വം അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് നോക്കാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. മീഡിയം 1നെ അപേക്ഷിച്ച് മീഡിയം 2ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 divided by speed of light in medium 2. അല്ലെങ്കിൽ n21 is equal to മീഡിയം 1ലെ വെലോസിറ്റി എന്ന് പറയുന്നത് v1 എന്നെടുക്കാം, മീഡിയം 2ലെ വെലോസിറ്റി എന്ന് പറയുന്നത് v2 എന്നെടുക്കാം. സോ n21 equals v1 divided by v2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2. മീഡിയം 2നെ അപേക്ഷിച്ച് മീഡിയം 1ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ v2 by v1 എന്ന് മാറും. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. മീഡിയം 1 വാക്കുവാണെങ്കിൽ അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് c ആയിരിക്കും. സെക്കൻഡ് മീഡിയത്തിൻ്റെ വെലോസിറ്റി നമുക്ക് v ആയിട്ട് എഴുതാം. സോ n equals C by V. അപ്പോൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക.